ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയെ മികച്ച തിരക്കഥാകൃത്താക്കി PSC ബുള്ളറ്റിൻ. മെയ് 15-ന് പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിന്റെ അവസാന പേജിലെ സമകാലികം കുറിപ്പിലാണ് ഗുരുതരമായ തെറ്റുള്ളത്. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളെക്കുറിച്ചുള്ള വിവരണത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ രാജേഷ് തില്ലങ്കേരിക്ക് പകരമാണ് ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചത്. അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനിരു, ഇതൊരു കൗതുകകരമായിട്ടുള്ള ഒരു തെറ്റായി പോയി എന്നുള്ളതാണ്. ഈ തില്ലങ്കേരി എന്നുള്ള പേര് കണ്ടപ്പോഴേക്കും അതിൽ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത അതിലെ പ്രതിയെ തന്നെ വരികയാണ് മികച്ച തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ. എന്താണ് അതിലുള്ളത്? അനിരു, എന്താണിപ്പോൾ ഈ ബുള്ളറ്റിനിൽ എന്താണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേൾക്കാം. എന്താണ് ബുള്ളറ്റ് ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതൊരു കൗതുകകരം എന്ന് പറയുന്നതിനപ്പുറം ഗുരുതരമായ പിഴവാണ് PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം PSC പരീക്ഷാ പരിശീലനങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പ്രസിദ്ധീകരണമാണ് PSC ബുള്ളറ്റിൻ. ആ PSC ബുള്ളറ്റിനിലാണ് ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുൻ CPI പ്രവർത്തകനായ ആകാശ് തില്ലങ്കേരിയെ മികച്ച തിരക്കഥാകൃത്തായി PSC ബുള്ളറ്റിനിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 15-നാണ് ഈ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇത് പുറത്തിറങ്ങിയ ശേഷം ജൂൺ 1-നും ജൂൺ 15-നും PSC ബുള്ളറ്റിനുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു അബദ്ധം പറ്റിയത് സംബന്ധിച്ച് യാതൊരു വിശദീകരണമോ ഒരു ക്ഷമാപണമോ നാളിതുവരെ PSC നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളെ കുറിച്ചുള്ള ഈ ഒരു വിവരണത്തിലാണ് മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ രാജേഷ് തില്ലങ്കേരിക്ക് പകരം ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഉണ്ണി KR സംവിധാനം ചെയ്ത എ പ്രഗ്നന്റ് വിഡോ എന്നുള്ള സിനിമയുടെ തിരക്കഥയിലാണ് ഈ പറയുന്ന നമ്മുടെ രാജേഷ് തില്ലങ്കേരിക്ക് പുരസ്കാരം ലഭിച്ചത്. പക്ഷേ രാജേഷ് തില്ലങ്കേരിയുടെ ഫോട്ടോയ്ക്ക് പകരം ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോയാണ് PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചത്. സ്വാതി. ശരി അനിരു, ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും PSC ബുള്ളറ്റിനിൽ.